എല്ലാ തൈറോയ്ഡ് നോഡ്യൂൾസും ക്യാൻസർ ആണോ? ആവണമെന്നില്ല. എല്ലാ തൈറോയ്ഡ് നോഡ്യൂൾസും ക്യാൻസർ ആവണമെന്നില്ല. പക്ഷേ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം വരുന്ന അല്ലെങ്കിൽ നോഡ്യൂൾസ് എന്ന് പറയുന്ന ഇതിൽ ഒരു വലിയ ശതമാനം ക്യാൻസറിലേക്ക് മാറാം. അതുകൊണ്ട് അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളതിന്റെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്? യൂഷ്വലി നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്ലിനിക്കൽ എക്സാമിനേഷൻ. അതായത് ഒരു തൈറോയ്ഡ് അല്ലെങ്കിൽ ENT സർജനെ കണ്ടിട്ട് അത് എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് ആ മുഴ വന്നു എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. കഴിഞ്ഞിട്ട് യൂഷ്വലി അതിന്റെ കൂടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതായത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺസ് നോർമൽ ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഉള്ള ഒരെണ്ണമാണ് അൾട്രാസൗണ്ട് സ്കാൻ. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കൂടെ തന്നെ ചിലപ്പോൾ ഒരു നീഡിൽ ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് ദശയെടുത്ത് അത് ക്യാൻസറിന്റെ ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 എണ്ണവും കൂടെ വെച്ചിട്ട് ഏകദേശം നമുക്ക് ഒരു 80% ഐഡിയ കിട്ടും ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത്. ക്യാൻസർ ഉള്ള മുഴകൾ